السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അൽഹംദുലില്ലാ, ഇന്ന് നിങ്ങൾ ജാമ്യയിൽ നിന്ന് 7 വർഷത്തെ പഠനം പൂർത്തിയാക്കിക്കൊണ്ട് ഫീൽഡിലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണ്. UK, ജർമ്മനി, കാനഡ, ഇന്തോനേഷ്യ, ഗാനയുടെ ജാമ്യയിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ചിന്തയോട് കൂടിയിട്ട് പ്രവർത്തന മേഖലയിലേക്ക് കടക്കുകയാണ്. അതായത് ഞങ്ങൾ തർബിയത്തിൻ്റെ പ്രവർത്തനം ജോലിയും ചെയ്യണം, തബ്ലീഗിൻ്റെ പ്രവർത്തനങ്ങളും നിർവഹിക്കേണ്ടതാണ്. ഈ ഒരു ചിന്തയോട് കൂടിയിട്ട് നിങ്ങൾ ഫീൽഡിലേക്ക് വരുമ്പോൾ, അതായത് ഞങ്ങൾ നമ്മുടെ ജീവിതം വഖഫ് ചെയ്തിരിക്കുന്നു, 24 മണിക്കൂറും ജമാഅത്തിൻ്റെ സേവനത്തിനായി നാം തയ്യാറാണ്. ഈ ഒരു ചിന്തയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ജമാഅത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രയോജനപ്രദമായ ഒരു അസ്തിത്വമായി തീരുകയില്ല. ജമാഅത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിൽ, ഖലീഫ വക്ത് പ്രതീക്ഷിക്കുന്നതുപോലെ നിങ്ങളത് പ്രതിജ്ഞ ചെയ്തതുമാണ്. ആ പ്രതിജ്ഞ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്തിട്ടുള്ള പ്രതിജ്ഞയാണ്. അതുകൊണ്ട് നിങ്ങളിന്ന് ഒരു സുപ്രധാനമായ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് നിങ്ങൾ ഫീൽഡിലേക്ക് പോവുകയാണ്. അത് നിങ്ങൾ അങ്ങനെ ആയിരിക്കണം. ഈ ഒരു ചിന്ത, ഈ ഒരു നിശ്ചയം, അതിനായിട്ടുള്ള നിങ്ങളുടെ എല്ലാ കഴിവുകളെയും ത്യാഗം ചെയ്യാനുള്ള ആ വികാരമില്ലെങ്കിൽ നിങ്ങളുടെ ഫീൽഡിൽ പോകുക എന്നുള്ളത് യാതൊരു പ്രാധാന്യവുമില്ല. ജമാഅത്തിൽ മുറബിമാരും മൊബല്ലിങ്ങളും അത് വിശ്വാസം ഇല്ലാത്ത ഒരു വർധന ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ജാമ്യയിൽ പ്രിൻസിപ്പൽമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വളരെ സന്തോഷപ്രദമായ റിപ്പോർട്ടായിരുന്നു. അവർ ചെയ്യാവുന്നത്തോളം ചെയ്തു, അവർക്ക് പരിശ്രമിക്കാൻ സാധ്യമാത്രം ചെയ്തു. വൈജ്ഞാനികവും ആത്മീയവും കർമ്മപരവുമായ പുരോഗതിക്ക് വേണ്ടിയുള്ളതൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെയ്തു. എന്നാൽ എപ്പോഴും ഓർക്കുക, പുരോഗതി പ്രാപിക്കുന്ന സമൂഹങ്ങൾ അവർ തങ്ങളുടെ ദൗർബല്യങ്ങളെയും അവർ ശ്രദ്ധിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചിന്തിക്കരുത്. ഇവിടെ പ്രിൻസിപ്പൽമാർ നിങ്ങളുടെ റിപ്പോർട്ടിൽ വളരെ ശ്ലാഘിച്ചു പറഞ്ഞു, ഒരുപാട് പ്രവർത്തനം നടന്നു. എന്നാൽ കർമ്മപരമായും ജാമ്യയിൽ പഠിക്കുന്ന ആളുകൾ, അവർ ജാമ്യയിൽ നിന്ന് പഠിക്കുന്നവരും അവർ ഫീൽഡിലേക്ക് പോകുന്നവർ, അവർ ചിന്തിക്കുക, മനസ്സിലാക്കുക, നമ്മൾ ആ ഒരു നിലവാരം, അതായത് വാസ്തവത്തിൽ ഈ സ്തുതിക്ക് അർഹമാക്കുന്ന ആ പ്രവർത്തനം നമ്മൾ ചെയ്യണം. നമ്മൾ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തുന്നത് അത് നല്ല ഫലമുളവാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കണം. പല സന്ദർഭങ്ങളിൽ നിങ്ങൾ കഴിഞ്ഞ കോൺവൊക്കേഷനുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഡയറികൾ എഴുതാറുണ്ട്. എന്നും നിങ്ങൾ ഡയറിയിൽ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടാവും. എന്നാൽ ഇതിൻ്റെ പ്രയോജനം എന്താണ്? ഇത് പ്രയോജനമാകുന്നത് അത് ഡയറിയിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. ഞാൻ പറയുന്ന കാര്യം അത് വളരെ ഇന്ന് വളരെ ആവേശത്തോട് കൂടിയിട്ട് നിങ്ങൾ എഴുതുമ്പോൾ കാണിക്കുന്ന ആവേശം, അത് നിങ്ങളുണ്ടാക്കി ഇന്നത്തെ ആവേശം എഴുതാനുള്ള
അത് കഴിഞ്ഞ 15-20 വർഷമായിട്ട് വിവിധ രാജ്യങ്ങളിൽ ജാമ്യ തുടങ്ങിയത് മുതൽ ഒരു ജസ്ബയോട് കൂടി ഒരാവശ്യത്തോട് കൂടിയിട്ട് ഒരു പ്രവർത്തിക്കാനുള്ള ഉണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ ഒരു പരിവർത്തനം നമുക്ക് കാണേണ്ടതായിരുന്നു. എന്നാൽ വളരെ കുറവാണ് അങ്ങനെയുള്ളത്. ഈ ഒരു ആവേശം കാണുന്നത് വളരെ കുറവാണ്. ഇന്ന് ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മൈതാന അമലിലുള്ള മുറബിമാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, സ്ഥിരമായിട്ട് സ്ഥിരോത്സാഹത്തോടു കൂടി നിങ്ങളുടെ ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുക. ഏതൊരു മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വഖഫ് ചെയ്തിട്ടുള്ളത്, അത് കരസ്ഥമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇത് വളരെ ഉത്കണ്ഠ ഉളവാക്കുന്ന സംഗതിയാണ്. നിങ്ങൾ അത് കൂടുതൽ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക. ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കാനും ആ പ്രതിജ്ഞ അത് ഓരോ അഹമ്മദിയുടെയും പ്രതിജ്ഞയാണ്. ഓരോ അഹമ്മദിയും അത് പ്രതിജ്ഞ ചെയ്യുന്നു. നിങ്ങൾ ഈ പ്രതിജ്ഞ അതിൻ്റെ ഒന്നാമത്തെ സംബോധിതരാണ്. നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ജമാഅത്തുകളുടെ മുമ്പാകെ ഒരു മാതൃക ആയിത്തീരണം. നിങ്ങൾ വാസ്തവത്തിൽ തർബിയത്തിന് വേണ്ടി തബ്ലീഗിന് മേഖലകളിൽ ഒരു പ്രകമ്പനം ഉണ്ടാക്കണം, ഒരു മാറ്റം. സ്വന്തം തർബിയത്ത് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെ എത്തിക്കുന്നവരാകണം. അതിനായിട്ട് നിങ്ങളിൽ തന്നെ ഒരു ആവേശം സംജാതമാക്കണം. അതിനായിട്ട് ആ നിലവാരങ്ങൾ നിങ്ങൾക്ക് സ്വായത്തമാക്കണം. അത് മസീഹ് സ്വലാത്തു വസ്സലാം തൻ്റെ ജമാഅത്തിൻ്റെ അംഗങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ നിലവാരം, മുറബിൻ്റെ നിലവാരം എന്നത് അത് വളരെ ഉന്നതമായ നിലവാരമായിരിക്കും. അപ്പോൾ മാത്രമേ നമുക്ക് മാതൃകയായി തീരാൻ സാധിക്കുകയുള്ളൂ. ആകയാൽ നിങ്ങൾ ഒരു ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലും അവൻ്റെ തൗഹീദിൻ്റെ സംസ്ഥാപനത്തിലും ആരാധനയുള്ള ശ്രദ്ധയിലും അതിനായി പരിപൂർണ്ണമായി പരിശ്രമിക്കുന്നവരാണോ? ഇത് സംബന്ധിച്ച് ഖുറാനും ഹദീസും അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക. വളരെ സൂക്ഷ്മമായ നിലയിൽ നിങ്ങൾ ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇബാദത്തിൻ്റെ ആരാധനയുടെ നിലവാരം എന്താണ് എന്നത്, നമ്മുടെ ഫർദ് നമസ്കാരങ്ങളുടെ നിലവാരം എന്താണ് എന്നുള്ളത്, നവാഫിലുകളുടെയും സിക്ർ ഇലാഹിയുടെയും നിലവാരം എന്താണ് എന്നുള്ളത്. അപ്പോൾ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ബർക്കത്തുണ്ടാവുകയുള്ളൂ, അത് മറ്റുള്ളവരെ സ്വാധീനിക്കുകയും ചെയ്യുകയുള്ളൂ. നിങ്ങൾ ഒരു കാര്യം കൂടി ഓർക്കുക, ഒരിക്കലും തന്നെ നിങ്ങൾ ആരുടെയും വിജയം, ആ വിജ്ഞാനപരമായ ഔന്നത്യം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അത് നിങ്ങൾ മറ്റുള്ളവർ വ്യത്യസ്തമാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബുദ്ധി ശക്തി, നിങ്ങളുടെ അറിവ് അല്ലെങ്കിൽ അത് വല്ല കഴിവുമായിട്ട് കഴിവുണ്ട് നിങ്ങൾ വിചാരിക്കരുത്. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അവൻ്റെ അനുഗ്രഹത്തിൽ അള്ളാഹുവിൻ്റെ ഫضലായതുകൊണ്ട് അതിന് ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുക. അത് കാരണത്താൽ അള്ളാഹുവിനെ പ്രാപ്തനാക്കിയതിന് അള്ളാഹുവിനെ നന്ദി പറയുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ലൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കണം. അങ്ങനെയല്ല എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അഹങ്കാരം നിങ്ങളിൽ ഉണ്ടാക്കും. അഹങ്കാരം നിങ്ങൾക്ക് അറിയുന്നത് പോലെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ആഴത്തിൽ നിങ്ങൾ ചെന്നിറങ്ങിയപ്പോൾ വായിച്ചിട്ടുണ്ടാവും. അത് ശിർക്ക് പോലെയാണ്. അത് ആ ചിന്തകൾ അത് ഹൃദയത്തിൽ ഉളവായാലും ശരി, അത് പ്രകടമായിട്ടില്ലെങ്കിലും ശരി, അപ്പോഴും അത് ആന്തരികമായ ശിർക്കാണ്. അത് മുഴുവൻ ഹൃദയത്തെ ആകെ അത് വഷളാക്കും. അതുകൊണ്ട് ഓരോ മുറബിയും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മമായി നിങ്ങൾ ആത്മപരിശോധന നടത്തേണ്ട ആവശ്യമുണ്ട്. എന്തെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി, തക്കബ്ബുർ എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ മുത്തക്കബിറായ ആൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല. അത് നിങ്ങൾ എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് സ്വർഗം കാണിക്കുന്നവരാണ്. പിന്നെയാണോ നിങ്ങൾ സ്വയം ഉണ്ടാവുക എന്നുള്ളത്? അത് അതിലകറ്റുന്ന രീതിയിൽ, സ്വർഗത്തിൽ നിങ്ങൾ അകറ്റുന്ന രീതിയിൽ തെക്കറി പ്രസംഗങ്ങളിൽ നിങ്ങളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. അഹങ്കാരം എന്ന് പറയുന്നത് അത് ശൈത്താനുമായി നല്ല ബന്ധമുണ്ട് എന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ സ്വയം ഒരു ആത്മപരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ്. നമ്മളെ എത്രമാത്രം ഈ പാപത്തിൽ നിന്ന് നമ്മൾ വിട്ടുനിന്നു എന്നുള്ളത്.
അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക, അഹങ്കാരത്തിൽ നമ്മൾ വിട്ടു നിൽക്കണം. അത് അല്പം മാത്രമാണെങ്കിൽ പോലും ഹൃദയത്തിൽ ഒരിക്കലും തന്നെ ആ ഒരു അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ നോട്ടത്തിൽ അത് വളരെ അനിഷ്ടകരമായൊരു സംഗതിയാണ്. അതുപോലെ തന്നെ നമസ്കാരത്തിലേക്ക് നമുക്ക് ശ്രദ്ധയുണ്ടാവണം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. ഓരോ മുറബിയുടെയും ജോലിയാണ് 5 നേരം നമസ്കാരം എന്ന് പറയുന്നത്, നമസ്കാരം കൃത്യസമയത്ത് അനുഷ്ഠിക്കുക എന്നുള്ളത്. ഏത് സെൻറ്ററിലാണോ അവനെ നിശ്ചയിച്ചിട്ടുള്ളത്, ഏത് മസ്ജിദിലാണ് ഇമാമത്ത് നൽകിയിട്ടുള്ളത്, അവിടെ 5 നേരം നമസ്കാരത്തിനായിട്ട് മസ്ജിദിൻ്റെ വാതിലുകൾ തുറക്കപ്പെടേണ്ടതാണ്. അവിടെ ബാങ്ക് കൊടുത്തുകൊണ്ട് മുറബി അവിടെ ഹാജരായിരിക്കണം. ഏതൊരു മുറബിയാണോ ഓഫീസിൽ പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ച് ഇവിടെ മർക്കസി ഓഫീസുകളിലേക്ക്, അവിടെ മറ്റ് രാജ്യങ്ങളിലും ഓഫീസുകളിൽ പ്രവർത്തിക്കുന്നവർ, അവരുടെ ഓഫീസ് മസ്ജിദിൽ നിന്ന് വളരെ പിന്നിലായിരിക്കാം. അവർ വിചാരിക്കും ഓഫീസ് പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് നമുക്ക് ഓഫീസിൽ തന്നെ നമസ്കരിക്കാമെന്നുള്ളത്. ജമാഅത്തായ നമസ്കാരം നടക്കുകയാണെങ്കിൽ ആ ഒരു ദഫ്തറിൽ ഓഫീസിൽ ചെന്ന് നമുക്ക് നമസ്കരിക്കാം. എന്നാൽ ഇത് തെറ്റായ ചിന്താഗതിയാണ്. അതുകൊണ്ട് ഇവിടെ ഓഫീസിലിരിക്കുന്നവരും വാസ്തവത്തിൽ അവർ ഓഫീസിൽ ഇരുന്നു കൊണ്ടിരിക്കുന്നതിന് പകരം പള്ളിയിൽ പോയി നമസ്കരിക്കുക. നിങ്ങൾ നോക്കണ്ട ഇന്ന ആൾ ഓഫീസിലിരുന്നു കൊണ്ട് ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളും ഓഫീസിലിരിക്കാമെന്നില്ല. ജുമയുടെ സമയത്തും ചില പരാതികൾ എനിക്ക് വരാറുണ്ട് പല ഓഫീസുകളിൽ നിന്നും. അതുകൊണ്ട് ദഫ്തറിൽ ഡ്യൂട്ടിയുള്ളവർ, ഓഫീസ് ഡ്യൂട്ടിയുള്ളവർ, അവർ ജുമാൻ്റെ സമയത്ത് അവർ മസ്ജിദിൽ പോവാറില്ല. ജുമാക്ക് വേണ്ടി എന്തായാലും പള്ളിയിൽ വേണം. അത് വളരെ അനിവാര്യമായ സംഗതിയാണ് ജുമാക്ക്. അതുപോലെ തന്നെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, തഹജ്ജുദിൻ്റെ നമസ്കാരം വളരെ അനിവാര്യമാണ് ഒരു മുറബിയെ സംബന്ധിച്ചിടത്തോളം. അതായത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രവർത്തനങ്ങൾ വിജയിക്കണമെങ്കിൽ അത് എല്ലാം നിർഭരമായിരിക്കുന്നത് അത് അള്ളാഹുവിലാണ്. അവൻ്റെ ഒരു ശ്രമവുമില്ല. അവൻ നമസ്കാരത്തിലേക്ക് വളരെയധികം ശ്രദ്ധ തിരിക്കേണ്ട ആവശ്യകതയാണുള്ളത്. അവൻ്റെ നവാഫിലുകളിലേക്ക് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും നവാഫിലും അതുപോലെ തന്നെ തഹജ്ജുദും പ്രത്യേകം അനുഷ്ഠിക്കുന്ന അവസരം ലഭിക്കുന്നവർ, അതുകൂടാതെ അവസരം ലഭിക്കുന്നവർ അവർ നവാഫിലുകൾ അവരത് പ്രത്യേകിച്ച് വളരെയധികം പരിശ്രമിച്ചുകൊണ്ട് നിർവഹിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഞാൻ സ്വലാത്ത് ചെല്ലുന്നതിനെ സംബന്ധിച്ച് ദുആ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് അധികം ആളുകളും ഇത് കൃത്യമായി ഇത് ചെയ്യാറില്ല. ഇവിടെ ജോലിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരും സ്ഥിരമായി ഇത് ചെയ്യാറില്ല. നിങ്ങൾ ജാമ്യ അഹമ്മദിയയുടെ വിദ്യാർത്ഥികൾ നിങ്ങളും കൃത്യമായി ചെയ്യാറില്ല. ഇവിടെ ഇരിക്കുന്ന ആളുകൾ നിങ്ങളിവിടെ പ്രതിജ്ഞ ചെയ്യുക, നിങ്ങൾ കൃത്യമായി സ്ഥിരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ തിരിക്കുമെന്നുള്ളത്, അതെപ്പോഴും ചെയ്തുകൊണ്ട് പോകുമെന്നുള്ളത്. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലും വളരെ സ്ഥിരമായി അനുഷ്ഠിക്കുന്നത് സംബന്ധിച്ച് അതിൽ സ്ഥിരത അവലംബിക്കേണ്ടതാണ്. അള്ളാഹുവിനെ ഹംദ് ചെയ്യേണ്ടതാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ സംജാതമായാൽ അപ്പോൾ മാത്രമാണ് നിങ്ങൾ ജമാഅത്ത് അംഗങ്ങളെ മുന്നോട്ട് ഗമിക്കാൻ, അവരിൽ അത് സംജാതമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഈ കാര്യങ്ങൾ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് അതിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. പിന്നെ ആ ശ്രദ്ധ, നൽകേണ്ട ശ്രദ്ധ അത് നിങ്ങൾക്ക് വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. നല്ല റിപ്പോർട്ടാണ് നൽകപ്പെട്ടതെങ്കിലും ഇന്ന് ഫീൽഡിലുള്ള ഒരുപാട് മൗലവിമാരുണ്ട്, അവർ ശ്രദ്ധ നൽകാറുമില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുക, നിങ്ങൾ നിത്യവും വിശുദ്ധ ഖുർആൻ തിലാവത്ത് ചെയ്യുമെന്ന്. അതുപോലെ തന്നെ ഒരു മുറബിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പാരായണം ചെയ്യുക എന്നുള്ളത് അത് വലിയ കാര്യമില്ല. ചുരുങ്ങിയത് അരപ്പാരെങ്കിലും ജുസു എങ്കിലും അവർ പാരായണം ചെയ്യണമെന്ന്. അതിൻ്റെ അടുത്ത് പാരയോളെങ്കിലും ജുസുവെങ്കിലും ചെയ്യേണ്ടതാണ്. അതിൽ നിന്നിട്ട് ആഴത്തിൽ ചിന്തിക്കുക, അതിൻ്റെ തഫ്സീർ വായിക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ ആഴത്തിലിറങ്ങി ചെല്ലാൻ, ആ കൽപ്പനകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ആഴത്തിലുള്ള വിജ്ഞാനം ലഭിക്കുകയുള്ളൂ. അത് അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർആനിൽ നൽകിയിട്ടുള്ള അധ്യാപനമാണ്. നിങ്ങൾ ആ ഗ്രന്ഥത്തെ
നിങ്ങളുടെ മുന്നിൽ വെക്കുമ്പോൾ അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് യഥാർത്ഥ നിലയിൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ലഭിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ ശരിയായ രീതിയിൽ ജനങ്ങൾക്ക് മാർഗ്ഗദർശനം നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് തബ്ലീഗിൻ്റെ ആ കടമ നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. നിങ്ങളത് വായിച്ചിട്ടുണ്ടാകും. എന്നാൽ അത് വായിച്ചിട്ട് വിസ്മരിച്ച് കളയുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അവിടുന്ന് പറയുന്ന വിശുദ്ധ ഖുർആനെ ഉപയോഗശൂന്യമായ വസ്തുവായിട്ട് നിങ്ങൾ കളയരുത്. ഇതിൽ നിങ്ങൾ ജീവിതത്തിനുള്ളത് ഒരു മുറബിയിൽ നിന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഒരു മുറബിയിൽ നിന്ന് അവൻ അതൊരു ഉപയോഗശൂന്യമായ വസ്തുവായിട്ട് പാഴാക്കി കളഞ്ഞു എന്നുള്ളത്. എന്നാൽ നമ്മൾ എന്താണോ ശ്രദ്ധ നൽകേണ്ടത് അതിലേക്ക് നൽകപ്പെടുന്നില്ല, അതിൻ്റെ വേണ്ട വിധത്തിൽ നൽകപ്പെടുന്നില്ല എന്നുള്ളതാണ് ശരി. അതുകൊണ്ട് ഇതിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഫീൽഡിലേക്ക് പോയതിന് ശേഷം കർമ്മവിധിയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടതിന് ശേഷം വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കുകയാണ് വേണ്ടത്. അതിൽ നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുക, അതിൻ്റെ തഫ്സീറുകൾ വായിക്കുക. നിങ്ങളുടെ അറിവിൽ അത് വർദ്ധിക്കാൻ അത് നിമിത്തമായി തീരും. ഈ വർധനവായിരിക്കും പിന്നീട് നിങ്ങൾക്ക് കർമ്മമേഖലയിൽ നിങ്ങൾക്ക് വിജയങ്ങൾ തന്നരുളുന്നത്. അതുപോലെ തന്നെ മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക എന്നുള്ളത് അതും വളരെ അനിവാര്യമായ സംഗതിയാണ്. ഒരു സദസ്സിൽ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്ന കാനഡയിലോ അമേരിക്കയിൽ നിന്നോ ഒരു മൊറബി സാഹിബ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം കേട്ടിട്ട് എനിക്ക് വളരെ അത്ഭുതമുണ്ടായി. അത് മൊറബിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എത്ര ഗ്രന്ഥങ്ങൾ മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഗ്രന്ഥം വായിച്ചിട്ടുണ്ടെന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ 60 ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം മനസ്സിലായി എനിക്ക് അത് മൊറബിയാണ് എന്നുള്ളത്. ഞാൻ എന്താ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ എനിക്ക് മൊറബി സാഹിബ് 60 പുസ്തകത്തിന് വളരെ നല്ല കാര്യമാണ്. എന്നാൽ ഒരു മൊറബി എന്ന നിലയിൽ നിങ്ങൾക്ക് എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഏതായിരുന്നാലും ഈ സമയത്ത് നിങ്ങൾ ഇവിടെ ഒരുപാട് മുറബിമാരുണ്ട്. അവർ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഏതാനും ഗ്രന്ഥങ്ങൾ മാത്രമായിരിക്കും വായിച്ചിട്ടുണ്ടാവുക. അതും പൂർണ്ണമായി അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അവരോട് എന്തെങ്കിലും റെഫറൻസ് ചോദിച്ചാൽ അവർക്ക് റെഫറൻസ് നൽകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മാത്രമേ നമുക്ക് മൊറബിയാണെന്നതിൻ്റെ ആ കടമ നമുക്ക് നിറവേറ്റുന്നവരെ തീരുകയുള്ളൂ. ജമാഅത്തിൽ സാഹോദര്യവും സ്നേഹവും ഉണ്ടാകുന്നതിന് വേണ്ടി അത് ഉത്ബോധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഫീൽഡിലൊക്കെ പോവുകയാണ്, അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ടി വരും. ഈ തർബിയത്തി പ്രവർത്തനങ്ങളിൽ നിങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ട ആവശ്യകതയാണുള്ളത്. എന്നാൽ അത് ചെയ്യുന്നതിന് മുമ്പ് സ്വയം പരിശോധന നടത്തുക. നാം ഈ ഒരു നിലവാരമുണ്ടോ? നാം സ്നേഹത്തിൻ്റെയും സാഹോദര്യം സ്ഥാപിക്കാൻ വേണ്ട ആ നിലവാരം നമ്മളുണ്ടോ? എല്ലാ ത്യാഗത്തിനും വേണ്ടി നമ്മൾ തയ്യാറാണോ? നമ്മുടെ വ്യക്തിപരമായ അഹങ്കാരമോ ആഗ്രഹങ്ങളോ അതൊക്കെ കാരണം നമ്മൾ വിസ്മരിച്ച് കളഞ്ഞുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ പരിശോധിക്കുക, നമ്മുടെ ഉള്ളിൽ തഖ്വയും പരിശുദ്ധിയും അത്രമാത്രമുണ്ട് എന്ന് പരിശോധിക്കുക. ഒരു മുറബിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുബലിയെ സംബന്ധിച്ചിടത്തോളം തഖ്വയുടെ സൂക്ഷ്മവശങ്ങളെ അന്വേഷിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ സംഗതിയാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ മാത്രമേ നമുക്ക് വിജയങ്ങൾ ലഭ്യമാവുകയുള്ളൂ. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് പോലെ തഖ്വ അവലംബിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ കോട്ടയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അഭയത്തിൽ ആ സുരക്ഷിതമായ കോട്ടയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി തഖ്വ അവലംബിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. അങ്ങനെ നമ്മൾ വന്നാൽ, ആ കോട്ടക്കുള്ളിൽ വന്നാൽ, പിന്നെ നിങ്ങൾ ഓരോ വാക്കും പ്രവൃത്തിയും അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ചുള്ളതായിരിക്കും. നിങ്ങളുടെ ഓരോ കർമ്മവും അത് സൽഫലങ്ങൾ ഉളവാക്കുന്നതായിരിക്കും. അത് നിങ്ങൾ തർബിയത്തിൽ വിജയങ്ങൾ തന്നരുന്നതായിരിക്കും. തബ്ലീഗ് മേഖലയിൽ നിങ്ങൾക്ക് അത് വിജയം അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധ നൽകേണ്ട ആവശ്യമുണ്ട്. തഖ്വ ഉണ്ടായാൽ നിങ്ങളുടെ ധാർമ്മിക ഗുണങ്ങളും നന്നായി തീരുന്നതായിരിക്കും. നിങ്ങളുടെ ധാർമ്മിക നില നന്നായാൽ പിന്നെ മോശമായ പ്രോഗ്രാമുകളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുന്നതായിരിക്കും. ഇൻ്റർനെറ്റിലും ടി വിയിലൊക്കെ ഉള്ള അങ്ങനത്തെ പ്രോഗ്രാമുകളിൽ നിന്ന് അതിലേക്ക്
ചിലപ്പോൾ ചിലപ്പോൾ മൗലവിമാർ പോലും കണ്ടുപോകും. വളരെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ചില ആൾക്കാർ പിന്നെ കണ്ടുകൊണ്ടേ പോകും. അത് കാരണത്താൽ പിന്നീട് പല പരാതികളും വരുന്നു. അവരുടെ മാതാപിതാക്കൾ അവരുടെ ഭാര്യമാരുന്ന മക്കളിൽ നിന്നൊക്കെ ഒരു വിജ്ഞാനപ്രദമായ നിലയിൽ മാത്രം കണ്ടാൽ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ എത്രമാത്രം മോശമായ കാര്യം ഉണ്ടെന്നുള്ളത്. എന്നാൽ അതിലേക്ക് വീണ്ടും മുഴുകുക എന്നുള്ളത്, ഞങ്ങളുടെ ഭാര്യമാരെയും അതുപോലെ തന്നെ സന്താനങ്ങൾക്കും പരാതിപ്പെടാനുള്ള അവസ്ഥ നൽകുക എന്നുള്ളത് അത് വാസ്തവത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അത് തടസ്സം സൃഷ്ടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അതിൽ നിന്ന് ബർക്കത്തും ഇല്ലാതായിത്തീരും. അത് നിങ്ങളുടെ അപമാനത്തിനുള്ള അവഹേളനത്തിനുള്ള നിമിത്തമായി തീരും. അതുകൊണ്ട് വളരെ അനിവാര്യമാണ് നിങ്ങൾ ഈ കാര്യത്തിൽ വിട്ടുനിൽക്കുക എന്നുള്ളത്. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സംശയങ്ങളുണ്ടാവും, സന്ദേഹങ്ങളുണ്ടാവും. ഒരു മുറബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും ഒരു മുറബി എപ്പോഴും ഒരു കാര്യത്തിൽ നിലകൊള്ളണം. ജമാഅത്ത് അംഗങ്ങളെയും നിലയുറപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അള്ളാഹു മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ സുവിശേഷങ്ങൾ, പ്രവചനങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നൽകിയ പ്രവചനങ്ങൾ അത് ഇൻഷാ അല്ലാഹ് തീർച്ചയായും പൂർത്തിയാകും എന്നുള്ളത് അത് ജനഹൃദയങ്ങൾ രൂഢമൂലമാക്കണം. ജമാഅത്തിൻ്റെ വിജയം സംഭവിക്കുക തന്നെ ചെയ്യും. അതിനായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ദീനിയായിട്ടുള്ള അലമിനെ വിശുദ്ധ ഖുർആൻ മുഖേന അത് വർദ്ധിപ്പിക്കുക, ഹദീസ് മുഖേന വർദ്ധിപ്പിക്കുകയും അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഗ്രന്ഥങ്ങൾ മുഖേന വർദ്ധിപ്പിക്കുകയും അത് സ്വയം തന്നെ ഗവേഷണം നടത്തിക്കൊണ്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. നിങ്ങൾ ഈ ഒരു ഈമാൻ നിലകൊള്ളേണ്ട അനിവാര്യമാണ്. അതായത് ജമാഅത്ത് അഹമ്മദിയ അത് തീർച്ചയായും വിജയം പ്രാപിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. നിങ്ങളിൽ ഇതിൻ്റെ വിശ്വാസം ഉണ്ടായാൽ പിന്നെ നിങ്ങൾ എന്ത് ടാർഗറ്റാണ് നിശ്ചയിക്കുന്നത് അത് ഉന്നതമായിട്ടുള്ളതായിരിക്കും, ഉയർന്ന നിലവാരമുള്ളതായിരിക്കും. കാരണം നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയൊരു പ്രവർത്തനമാണുള്ളത്, ഒരു വലിയ ജോലിയാണുള്ളത് നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനായി നിങ്ങൾ നിശ്ചയിച്ചിരിക്കുകയാണ് ആ വിജയത്തിനും വേണ്ടിയിട്ട്. അതിൽ നിങ്ങളുടെ ശ്രമങ്ങളും ഉണ്ടായിരിക്കണം. ആകയാൽ നിങ്ങളുടെ വൈജ്ഞാനിക നിലവാരത്തെയും നിങ്ങളുടെ കർമ്മപരമായ കഴിവുകളെയും അത് മുഖേന നിങ്ങളെ നന്നാക്കി തീർക്കാനും അത് മുഖേനയാണ് പിന്നീട് ഇസ്ലാമിൻ്റെയും അഹമ്മദിയത്തിൻ്റെയും നിങ്ങൾ വിജയം കാണുന്നതായി തീരുക. അത് പിന്നീട് ഇസ്ലാമിൻ്റെ വിജയത്തിൽ അത് സഹായകമായി തീരും, അതിൻ്റെ ഭാഗമായി നിങ്ങൾ തീരും. ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക, ദുആ സ്വീകാര്യതയ്ക്ക് അനിവാര്യമാണ് ഒരു കാര്യം, മനുഷ്യൻ തഖ്വയിൽ ചരിക്കുക എന്നുള്ളത്. നിങ്ങൾ ജാമ്യയിൽ നമ്മുടെ മഹാത്മാക്കളുടെ സംഭവങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ദുആ സ്വീകാര്യത സംഭവം നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹദീസുകളിൽ സംഭവങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ഞാൻ നൽകുന്ന ഖുതുബകൾ അതിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സംഭവങ്ങൾ. വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ വായിച്ചിട്ടാണ് നിങ്ങൾ ജാമ്യയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഈ സംഭവങ്ങൾ വായിക്കുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയൊക്കെ പ്രയോജനം എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം തന്നെ തഖ്വയുടെ ഈ നിലവാരം സ്വായത്തമാക്കുമ്പോഴാണ്. അള്ളാഹുവുമായിട്ട് ഒരു ഡയറക്റ്റുള്ള ഒരു ബന്ധം സംജാതമാകുമ്പോഴാണ്. നിങ്ങൾ സ്വയം തന്നെ ദുആ സ്വീകാര്യതയുടെ ദൃശ്യങ്ങൾ കാണുമ്പോഴാണ്. ഇത് സംബന്ധമായിട്ട് ഓരോ മുറബിയും പരിശ്രമിക്കേണ്ടതാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ധാർമ്മിക ഗുണങ്ങൾ ഉന്നതമാണെങ്കിൽ, വൈജ്ഞാനിക നിലവാരം ഉന്നതമാണ് എങ്കിൽ ഒരു എതിരാളിയെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടി വരില്ല. നിങ്ങളിലൊരു ധൈര്യവും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകുന്നതാണ്. നമ്മുടെ ഒരുപാട് മൗലവിമാരുണ്ട്, അവരുടെ വൈജ്ഞാനിക നിലവാരം നല്ലതാണ്. അവർ എതിരാളികളുമായി അവരെ സംവാദം നടത്തിക്കൊണ്ട് അവർ വായടിപ്പിക്കാറുണ്ട്. എന്നാൽ തബ്ലീഗ് മേഖലകളിൽ നിങ്ങൾ ഓർക്കുക, എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ തെളിവുകൾ കൂടാതെ നിങ്ങൾ ഉന്നത ധാർമ്മിക ഗുണങ്ങളും പ്രകടിപ്പിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അതിനായി അത് പ്രകടിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ എങ്ങനെ ഒരു തെളിവോടുകൂടി നിങ്ങൾ സംസാരിക്കുക, ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ൻ്റെ കൽപ്പന. ഇതാണ് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനം. നമ്മുടെ വായിൽ നിന്ന് ഒരിക്കലും തന്നെ അങ്ങനത്തെ പദങ്ങളുണ്ടാവാൻ പാടില്ല. ഏതെങ്കിലും വിധത്തിൽ കാഠിന്യം തുളുമ്പുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. ഒരഹമ്മദി അത് നമ്മുടെ ഇല്ലായ്മയാണ് അത് തെളിയിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉന്നത ധാർമ്മിക ഗുണങ്ങൾ അത് ഓരോ മുറബിയുടെ ഉന്നത ഗുണമായിരിക്കണം. ഒരു കാര്യം കൂടി ഓർക്കുക,
അത് മസീഹ് സ്വലാത്തു വസ്സലാം ഇതിലേക്ക് പ്രത്യേകമായി ഊന്നൽ നൽകിയിട്ടുണ്ട്. അഹമ്മദികൾ കർമ്മ മാതൃക കാണിക്കേണ്ടതാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അതായത് കർമ്മ മാതൃക തന്നെയാണ് വാസ്തവത്തിൽ അത് ജനങ്ങളിൽ ശ്രദ്ധ ഉണ്ടാകുന്നത്. ഒരു മുറബിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കർമ്മ മാതൃക അത് വളരെ ഉന്നതമായിരിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് പരസ്പരം സാദൃശ്യമുള്ളതാണ്, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണെന്നാലും ഇത് വളരെ ആവശ്യമായുള്ളൊരു സംഗതിയാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധ പതിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ കർമ്മ മാതൃക. അത് ഒരു വിപ്ലവം, അതുപോലെ തന്നെ അത് ജനങ്ങളിൽ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ അത് കാരണമായി തീരും. ഇന്ന് ഞാൻ നൽകുന്ന ഖുതുബകൾ അതിലും അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒരു കർമ്മ മാതൃക മുഖേനയാണ് വാസ്തവത്തിൽ ആളുകൾ തിരുമേനിയിൽ ആകൃഷ്ടരായത് എന്നുള്ളത്. ഈ ഒരു കർമ്മ മാതൃകയായിരുന്നു വാസ്തവത്തിൽ, ആ കർമ്മ മാതൃക കാരണമായിട്ടായിരുന്നു ജനങ്ങളുടെ ഹൃദയം പ്രത്യേക സ്വാധീനം അവരുളവാക്കുകയാണെങ്കിൽ അവർ ആ സത്യം കാണുകയും ആ തിരുമേനിയെ സ്വീകരിക്കുകയും ചെയ്തു. ഒരു മുറബിയിൽ ഒരു സത്യതയുടെ ഉന്നത നിലവാരം ഒരു മുറബിയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ ഒരു പരാതി ഉണ്ടാകാൻ പാടില്ല മുറബിയെ സംബന്ധിച്ച്. ഇദ്ദേഹം തെറ്റായ രീതിയിൽ സാക്ഷ്യം നൽകി എന്നുള്ളത്, തെറ്റായ രീതിയിൽ നമ്മളോട് സംസാരിച്ചു എന്നുള്ളത്. ചില പരാതികൾ അങ്ങനെ വരാറുണ്ട്. ചില ഫീൽഡിൽ ഇങ്ങനത്തെ പരാതികൾ ഞാൻ കാണാറുണ്ട്. മൊറാബിയിൽ വേറെ ആളെ സപ്പോർട്ട് ചെയ്തു, എന്നാൽ തഖ്വയിൽ ചരിച്ചുകൊണ്ടാണ് പിന്തുണ നൽകിയതെങ്കിൽ അള്ളാഹു കൂടെ ഉണ്ടാവും. എന്നാൽ ഏതെങ്കിലും തെറ്റായ ബന്ധം കാരണമായിട്ടാണ്, ഏതെങ്കിലും വ്യക്തിപരമായ ബന്ധം കാരണമായിട്ടാണ് സഹായിച്ചത് എങ്കിൽ അത് തെറ്റാണ്, അത് പരിഷ്കരിക്കപ്പെടേണ്ടതാണ്. നിങ്ങളും നിങ്ങളുടെ കർമ്മ ജീവിതത്തിൽ ഈ കാര്യം എപ്പോഴും ചിന്തിക്കേണ്ടതാണ്, ഓർമ്മ വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർമ്മിക്കുക, നിങ്ങൾ പ്രസംഗങ്ങളിൽ അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ഉദ്ധരണികളുടെ റെഫറൻസുകൾ നൽകാറുണ്ട്. സഹാബാക്കൾ പോലെയുള്ള ഒരു ആവശ്യം ഉണ്ടാക്കുക, ഇസ്ലാമിന് വേണ്ടിയുള്ള ആത്മാഭിമാനം നിങ്ങൾ കാണിക്കുക എന്നുള്ളത്. ഇതില്ലെങ്കിൽ അത് ചെയ്യുന്നത് വരെ നിങ്ങളിങ്ങനെ വിചാരിക്കരുത് നമ്മൾ ദുനിയാവിൻ്റെ ഇസ്ലാഹ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ദുനിയാവിന് വേണ്ടി അത് മസീഹ് സ്വലാത്തു വസ്സലാമിനുണ്ടായിരുന്ന പ്രതീക്ഷ അതൊരു സാധാരണ അഹമ്മദിൽ നിന്നുണ്ടായിരുന്ന പ്രതീക്ഷയായിരുന്നു. എന്നാൽ ഒരു മുറബിയെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്, ഒരു ആവേശം സംജാതമാക്കേണ്ടതുണ്ട്. ഞാൻ ആദ്യമേ തുടക്കത്തിൽ ഞാൻ തന്നെ പറഞ്ഞത്, ഈ ഒരു ആവേശം ഉണ്ടായാൽ 15-20 വർഷം കൊണ്ട് എത്രമാത്രം ആളുകൾ ജാമ്യയിൽ നിന്ന് വന്നോ അതുകൊണ്ടൊരു വിപ്ലവം തന്നെ സംജാതമാകേണ്ടതായിരുന്നു. എന്നാൽ ആ ഒരു ജോഷ്, ഒരു ആവേശം നമുക്ക് കാണുന്നില്ല. ഓരോ മുറബിയും ഒരു ജോഷ്, ഒരു ആവേശം ഉണ്ടാക്കേണ്ടതാണ്. അതുണ്ടാവുന്നത് എപ്പോഴാണ്? അള്ളാഹുവുമായിട്ട് ഒരു പ്രത്യേകമായ സവിശേഷമായ ബന്ധം സംജാതമാകുമ്പോഴാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവുമായിട്ടുള്ള പ്രത്യേകമായ ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ലൗകികമായ കാര്യങ്ങൾ നിങ്ങൾ മറക്കുക, നിങ്ങളുടെ ഹൃദയത്തിൽ ഇസ്ലാമിന് വേണ്ടിയിട്ടൊരു അഭിമാന ബോധം വളർത്തിയെടുക്കുക. ഇതുണ്ടാകുന്നത് വരെ, ഏതുവരെ ഇതില്ലാകുന്നില്ലേ അതുവരേക്കും നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളുടെ ചെറിയ ചെറിയ ശ്രമങ്ങൾ കൊണ്ട് വലിയ വിജയങ്ങൾ ലഭിക്കുമെന്ന്. കാരണം വിജയങ്ങൾ ലഭിക്കുന്നതല്ല അങ്ങനെയാണെങ്കിൽ. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, അള്ളാഹുവിൻ്റെ ആരാധന, വിശുദ്ധ ഖുർആൻ്റെ വിജ്ഞാനം, അതിൻ്റെ തിലാവത്തിലുള്ള വർധനവ്, മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിലേക്കുള്ള ശ്രദ്ധ, ഖലീഫമാരോടുള്ള ബന്ധം, അവരുടെ ഖുതുബകൾ കേൾക്കുന്നതിലുള്ള ശ്രദ്ധ, അതുപോലെ തന്നെ അവരുടെ സന്ദേശങ്ങൾ മുന്നോട്ട് പ്രചരിപ്പിക്കുക, ഇതൊക്കെ വളരെ അനിവാര്യമാണ്. കാരണം നിങ്ങൾ കാലത്തിൻ്റെ ഖലീഫയുടെ പ്രതിനിധിയാണ്, ഖലീഫയുടെ ആ പ്രതിനിധിയുടെ കടമ നിർവഹിക്കുന്നവരുമാണ്. അതുകൊണ്ട് വളരെ അനിവാര്യമാണ് നിങ്ങൾ ഖുതുബ കേൾക്കുക എന്നുള്ളത്, ആ സന്ദേശം മുന്നോട്ട് എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ ഖുതുബകളിൽ ചില ചരിത്രപരമായും കാര്യങ്ങളും ജീവചരിത്ര സംഭവങ്ങൾ ഞാൻ പറയാറുണ്ട്. അതിലുള്ള പോയിന്റുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ ജമാഅത്തിൻ്റെ ആളുകളിൽ നിങ്ങൾ എത്തിക്കുക. ഇതിൽ നിന്ന് തർബിയത്തികരമായ കാര്യങ്ങൾ, പോയിന്റുകൾ നിങ്ങൾ ഉണ്ടാക്കുക. ചില മുറബിങ്ങൾ വളരെ വിജയപ്രദമായ നിലയിൽ അങ്ങനെ പോയിന്റുകൾ എടുക്കാറുണ്ട്, എന്നിട്ട് അവർ ജമാഅത്തുകളിലേക്ക് അവർ എത്തിക്കാറുണ്ട്. അത് ജമാഅത്തിന് പ്രയോജനം ഉണ്ടാവാറുണ്ട്. ജമാഅത്തിൽ സഹോദര്യ സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രമിക്കുക. നിങ്ങൾ ശ്രമിക്കേണ്ടത് ഓരോ ജമാഅത്തിലെ അംഗങ്ങളും ഒരു സഹോദരനെ പോലെ, ഒരു ബന്ധുവിനെ പോലെ പരസ്പരം അവരുടെ കടമകൾ നിർവഹിക്കുന്നവരായി തീരണമെന്നുള്ളത്. ജമാഅത്തുകളിൽ
ഒരു വ്യക്തിയും ഉണ്ടാവാൻ പാടില്ല മറ്റുള്ളവരുടെ അവകാശം ധ്വംസിക്കുന്നവരായിട്ട്. ഈ ഒരു കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ മുന്നിൽ വെക്കുക. നിങ്ങളെ സമയാസമയങ്ങൾ എപ്പോഴും ഇത് ഉപദേശിച്ചുകൊണ്ടിരിക്കുക. ഈ കാര്യം ജനങ്ങളിൽ ഈ ഒരു ബോധമുണ്ടാക്കിയെടുക്കുക. നിങ്ങൾ മുസ്ലിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്നുള്ളത്, നമ്മൾ ഒന്നായിത്തീരണം എന്നുള്ളത്, അത് ജമാഅത്തിൻ്റെ പുരോഗതിക്ക് വളരെ അനിവാര്യമാണ്. അങ്ങനെ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ജമാഅത്തിൻ്റെ ഉള്ളിൽ തർബിയത്തിൻ്റെ നിലവാരം അത് വളരെ ഉന്നതമായി തീരുന്നതായിരിക്കും. ഒരുപാട് കലഹങ്ങൾ ഇന്ന് വന്നിട്ടുള്ള അതും അവസാനിക്കുന്നതായിരിക്കും. നമ്മുടെ കർമ്മ മേഖലയിൽ ചെന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ തയ്യാറായി തീരുക. ഈ പ്രശ്നങ്ങളോട് നിങ്ങൾ കടന്നു പോകേണ്ടി വരും. അതിനായിട്ട് നിങ്ങളൊരു എന്ത് കർമ്മ പദ്ധതിയാണ് നിങ്ങൾ അതിൽ ശ്രദ്ധിക്കുക. 7 വർഷത്തെ നിങ്ങളെ പഠനത്തിലെ അടിസ്ഥാനപരമായുള്ള കാര്യങ്ങൾ നൽകുന്നത് നിങ്ങൾ ഖുർആൻ ഓതുക, അത് ചിന്തിക്കുക എന്നുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഈ ശീലം ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. ഹദീസ് വായിക്കുക, അതിൽ ചിന്തിക്കുക എന്നുള്ള ശീലം, കലാം വായിക്കുക, അതിൽ ചിന്തിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ ഖുതുബകൾ കേൾക്കുക, അതിൽ ചിന്തിക്കുക എന്നുള്ള അടിസ്ഥാന. അതുകൂടാതെ നിങ്ങളുടെ ദീനിയായിട്ടുള്ള ദുനിയാവിയായിട്ടുള്ള ലൗകികമായുള്ള വിജ്ഞാനങ്ങളും നിങ്ങൾ വർദ്ധിപ്പിക്കുക. ഒരു സന്ദർഭത്തിലും നിങ്ങൾക്ക് ലൗകികരുമായിട്ടുള്ള ആളുകളുമായിട്ട് ഇസ്ലാമിൻ്റെ മേന്മ പറയേണ്ടി വന്നാൽ നിങ്ങൾക്ക് ഇന്നത്തെ അവസ്ഥകളും കുറിച്ചുള്ള അവസ്ഥ അപ്പോഴാണ് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുക. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് ശ്രദ്ധിക്കുന്നതിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്ന്. അതുകൊണ്ട് ഇക്കാര്യത്തിലേക്ക് നിങ്ങൾക്ക് തബ്ലീഗിൻ്റെ പുതിയ വാതായനങ്ങൾ നിങ്ങൾക്ക് തുറക്കപ്പെടുന്നതായിരിക്കും. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മസീഹ് സ്വലാത്തു വസ്സലാമിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നവർ, അവർക്ക് വേണ്ടിയുള്ള മറുപടിയും നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടതാണ്. നിങ്ങളെല്ലാ മേഖലകളിലും നിങ്ങൾ മുന്നോട്ട് ഗമിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. തർബിയത്തിൻ്റെ മേഖലയായാലും തബ്ലീഗിൻ്റെ മേഖലയായാലും ശരി, നിങ്ങൾ തർബിയത്തിൻ്റെ വശങ്ങളെയും നിങ്ങൾ മുന്നിൽ വെക്കേണ്ടതാണ്. തബ്ലീഗിൻ്റെ വശങ്ങളെയും നിങ്ങൾ മുന്നോട്ട് വെക്കേണ്ടതാണ്. മുസ്ലിങ്ങളെ എങ്ങനെ തബ്ലീഗ് ചെയ്യണം, നിരീശ്വരവാദികളെ എങ്ങനെ തബ്ലീഗ് ചെയ്യണം, ക്രിസ്ത്യാനികളെ എങ്ങനെ തബ്ലീഗ് ചെയ്യണം, അതുപോലെ തന്നെ ജമാഅത്ത് ശത്രുക്കൾ എതിരാളികൾ അവരെങ്ങനെ തബ്ലീഗ് ചെയ്യണം, യഹൂദികളെ എങ്ങനെ തബ്ലീഗ് ചെയ്യണം, തെളിവുകൾ നൽകി തെളിവുകളിലൂടെ അവർക്ക് മറുപടി നൽകണം, ലോകത്ത് ഇസ്ലാമിൻ്റെ മേന്മ എങ്ങനെ ഇതൊക്കെ നിങ്ങൾ മുന്നിൽ വെക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ അവരുടെ മുന്നിൽ അപ്പോൾ മാത്രമേ നിങ്ങളൊരു വിജയശീലാളിതരായിട്ടുള്ള മുബല്ലിഗായി തീരുകയുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ജാമ്യയിൽ ഇറങ്ങിയിട്ടുള്ള കുട്ടികൾ മൊറബിമാർ വാസ്തവത്തിൽ ഒരു മുബല്ലിഗിൻ്റെ കടമ നിർവഹിച്ചു എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും പറയുകയാണ്. ഇതിനു വേണ്ടി വളരെ അനിവാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുമായിട്ട് ഒരടുത്ത ബന്ധം സംജാതമാക്കുക എന്നുള്ളത്. അങ്ങനെ ബന്ധം സ്ഥാപിക്കുന്നതിന് അതിനായി നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന കാര്യത്തിലേക്ക് പ്രതി ശ്രദ്ധ പതിപ്പിക്കുക. അള്ളാഹു നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നതിന് വേണ്ടി ആ ദുആയുടെ ഫലമായിട്ട് അള്ളാഹു നിങ്ങൾക്ക് വിജയം നൽകുന്നതായിരിക്കും. നിങ്ങളത് സ്വായത്തമാക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് പറയാൻ സാധിക്കും ഇന്ന് ജാമ്യയിൽ നിന്ന് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ വാസ്തവത്തിൽ മുറബിമാരാണ്. അവരെ അങ്ങനെയുള്ള മുബല്ലിഗുകളാണ്. അവർ ജമാഅത്തിന് വേണ്ടിയിട്ട് ഒരു വിലപ്പെട്ട ഒരു അസ്തിത്വങ്ങളാണ്. അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ ചെയ്യുക. آمين. السلام عليكم. हैं